welcome back to my channel. Happy Friendship Day all of you. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. അപ്പം എൻ്റെ ഈ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ ഒരു 1 month മുമ്പ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സന്ധ്യ ബേബിയുടെ കൂടെ ഒരു ഫ്രണ്ട് ടാഗ് വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരു പിക്ക് ആൻഡ് ക്യാച്ച് തരാൻ പറഞ്ഞിട്ട് അപ്പം തന്നതിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ പേര് ജാൻസി സിറിൽ നിന്നാണ്. അപ്പം ഞാനൊന്ന് പറഞ്ഞിരുന്നു ഒരു കുഞ്ഞു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മുടെ ഓർഗാനിക് സ്റ്റിക്സിൻ്റെ ഒരു നല്ല കളർ ലിപ്സ്റ്റിക്. ഓക്കെ, ആള് കുറച്ചൊരു നല്ലൊരു മീഡിയം കളറാണ്. അപ്പോൾ ആൾക്ക് നന്നായി മാച്ച് ചെയ്യുന്ന ഒരു ഓർഗാനിക് സ്റ്റിക്സിൻ്റെ ബേൺഡ് ഓറഞ്ച് കളർ ലിപ്സ്റ്റിക് കണ്ടോ, ഇത് ഒരെണ്ണം. പിന്നെ ബ്ലൂ ഹെവൻ്റെ ഒരു ഐ ലൈനർ ആൻഡ് പിന്നെ ഒരു ഐടെക്സ് ഡാസ്ലറിൻ്റെ DP8 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണിത്. ഈ ഷെയ്ഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 10 പേരുണ്ടെങ്കിൽ 9 പേർക്കും ചേരുന്ന ഒരു കളറാണ് ഐടെക്സ് ഡാസ്ലറിൻ്റെ DP8 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മൂന്നും ജാൻസി സിറിലിന് എൻ്റെ വക ഫ്രണ്ട്ഷിപ്പ് ഡേ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ജാൻസി സിറിലിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള കുട്ടിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ കാര്യം നമ്മൾ പറയാണ്. അപ്പോൾ ഇനി വെയിറ്റ് ലോസ് ചാലഞ്ചിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ഒരു സ്കിപ്പിംഗ് റോപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് ആണ് സ്കിപ്പിംഗ്. ആൻഡ് ഫുൾ ബോഡി നമുക്കത് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സ്കിപ്പിംഗ് റോപ്പ് നിങ്ങളൊന്ന് സംഘടിപ്പിക്കുക. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ഇനിയിപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ഒരു 1 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ് ബോട്ടിൽ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ മറ്റന്നാളാണ് ചലഞ്ച് തുടങ്ങുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് പോയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ ഡീറ്റോക്സ് വാട്ടർ ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ കുടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഡീറ്റോക്സ് വാട്ടറിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം, പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓക്കെ, ഈവൻ സ്റ്റീൽ ജാറാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട. ഓക്കെ, ആൻഡ് ദ തേർഡ് തിങ് ഇസ് വേറൊന്നുമല്ല, നമുക്കൊരു മെഷറിംഗ് ടേപ്പ്. ഓക്കെ, നമ്മൾ മെഷറിംഗ് ടേപ്പ് വേണമെന്നില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ അരയിൽ കിട്ടുന്ന കറുത്ത ചരടിയില്ലേ, അതാണെങ്കിലും മതി. അത് നമ്മുടെ വേസ്റ്റിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളന്നിട്ട് ഒന്ന് ആ ഭാഗം അളന്ന് വെക്കുക. ഓക്കെ, കാരണം നമ്മൾ മേ ബി ഒരു 15 days കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാകും. ഓക്കെ, ഇത്ര കുറഞ്ഞു, ഒരു 1/2 ഇഞ്ചെന്നോ 1 ഇഞ്ചെന്നോ 2 ഇഞ്ചെന്നോ 3 ഇഞ്ച് കുറഞ്ഞെന്നോ അറിയാനായിട്ട്. അപ്പോൾ അതൊരു നല്ല ഉപായമാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മെഷറിംഗ് ടേപ്പ് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് ചെയ്യാം. അല്ലെങ്കിൽ മെഷറിംഗ് ടേപ്പ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി പാർട്ടിൻ്റെ അളവെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. ലൈക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ, അപ്പർ വേസ്റ്റ്, പിന്നെ ഒരു അരക്കെട്ട് ലോവർ വേസ്റ്റ്, പിന്നെയുള്ളത് കൈ ബൈസെപ്പ്, പിന്നെ തൈസിൻ്റെ അളവെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഒരിക്കലും ഞാൻ വെയിറ്റ് നോക്കാനായിട്ട് ഞാൻ ഒരിക്കലും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കുടംപുളിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാ കുടംപുളിന്ന്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡിലെ ബെസ്റ്റ് ഫാറ്റ് ബേണർ എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സപ്ലിമെൻറ്റ് ഓൾമോസ്റ്റ് 90% സപ്ലിമെൻറ്റും നമ്മുടെ ഓൺ കൊടംപുളിയാണ്. ഓക്കെ, അതിൻ്റെ പേര് ഗാർണീസിയ കാമ്പോജിയ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈവൻ നമ്മുടെ ഹിമാലയയുടെ ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അവർ തരുന്ന ഒരു കുറച്ചൊരു സപ്ലിമെൻ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് എന്താണ്, നമ്മുടെ ഗാർണീസിയ കാമ്പോജിയ, അതായത് കുടംപുളിയാണ്. അപ്പോൾ ഡെയിലി കഴിക്കണമെന്നില്ല നിങ്ങൾ. അത് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് ആഴ്ചയിൽ ഒരു 3 to 4 days നിങ്ങൾ കുറച്ച് കുടംപുളി, അതായത് 4 or 5 കഷ്ണം കുടംപുളി എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് ആ കുടംപുളി നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അതൊരു 1/4 ഗ്ലാസ് ആക്കി വറ്റിക്കണം. എന്നിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കാൽ ഗ്ലാസ് ആയിട്ട് 3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അങ്ങാനും ഭക്ഷണത്തിന് ശേഷം അത് കഴിക്കാം. ഓക്കെ, അതിൻ്റെ മെയിൻ എന്താണ്, അതിൻ്റെ ബിഹൈൻഡ് ദ സയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഫാറ്റ് സെൽസിനെ അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഫാറ്റ് സെൽസിനെ ഫോം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ്. ബട്ട് എനിവേ അതിൻ്റെ സയൻസ് അത്ര പ്രൂവൺ, എന്താണ് റീസൺ പ്രൂവൺ അല്ലെങ്കിലും, ബട്ട് അത് പ്രൂവൺ ആണ് വെയിറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, ഫാറ്റ് ബേണിങ് ചെയ്യുന്നുള്ളത്. ഞാൻ കുറേ നാളായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട്, നമ്മുടെ PCOD PCOS ഉള്ളവർക്ക് കുടംപുളി അത്യാവശ്യം നല്ലതാണ്. കാരണം പണ്ടത്തെ അമ്മമാരൊക്കെ നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് കുടംപുളിയുടെ അത് നിങ്ങൾ വീട്ടുകാരോട് പഴയ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുടംപുളിയുടെ നീര് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. ബിക്കോസ് നമുക്ക് ആ ഒരു
എന്താണ് ആ യൂട്രസിൻ്റെ ആ ഒരു പ്രോപ്പർ ഫങ്ഷനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളത് ഒരു ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ടീ വാങ്ങിക്കാം. കാരണം ഗ്രീൻ ടീ ഒരു 2 to 3 കപ്സ് നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ചായ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം, ബട്ട് നമ്മൾ മധുരമില്ലാത്ത ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഗ്രീൻ ടീ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ വാങ്ങിക്കാം. ഹിമാലയയുടെ ഒരു ഗ്രീൻ ടീ ഉണ്ട്, ഞാനിപ്പോൾ മെയിൻലി അതാണ് കഴിക്കുക. അത് മേത്തി, ലെമൺ ആൻഡ് ഗ്രീൻ ടീ. അതൊരു കുറച്ചൊരു ഫാറ്റ് ബേണിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു ടീ ആണത്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ നോർമൽ ഗ്രീൻ ടീ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് അതൊരു ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മതി. പിന്നെയുള്ള വേറൊരു ഓപ്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ACV ആപ്പിൾ സിഡർ വിനെഗർ. അത് നിങ്ങൾക്ക് കിട്ടുകയാണ് വാങ്ങിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും വാങ്ങിക്കുക. ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡീറ്റോക്സ് വാട്ടറിൽ കുറച്ചൊരു 1 സ്പൂൺ ഓഫ് ACV ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം അത് ഭയങ്കരമായിട്ട് കൂട്ടും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീയും ഇതും ACVയും ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ മേ ബി ഒരു നമ്മുടെ ഡയറ്റ് തുടങ്ങി ഒരു 2nd ഡേയോ 3rd ഡേയോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അതും കൂടി ഒന്ന് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ACV വാങ്ങിക്കുമ്പോൾ, ആപ്പിൾ സിഡർ വിനെഗർ വാങ്ങിക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വിനെഗർ വാങ്ങിക്കരുത്. കുറച്ച് കാശ് കൊടുത്താലും നല്ല ഗ്ലാസ് ബോട്ടിലുള്ള വിനെഗർ തന്നെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റിക്വയർമെൻറ്റ്. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ കുറച്ച് കമൻസ് എനിക്ക് വന്നിരുന്നു. അപ്പോൾ എല്ലാ കമൻസിനും എനിക്ക് റിവേർട്ട് ചെയ്യാനായിട്ട് ആക്ച്വലി എന്താണ് കുറച്ചൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ നിങ്ങളിടുന്ന എല്ലാ കമൻസിനും റിവേർട്ട് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ കുറച്ച് പേര് തൈറോയിഡിൻ്റെ കാര്യം ചോദിച്ചിരുന്നു, PCOSൻ്റെ കാര്യം ചോദിച്ചിരുന്നു, ഡയറ്റ് പ്ലാൻ അയച്ചു തരുമോ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്കൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഡയറ്റ്, അതായത് നിങ്ങൾ ട്യൂസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് തലേ ദിവസം, അതായത് മൺഡേ ഞാൻ അപ്ലോഡ് ചെയ്യും ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രയാണ് ഞാൻ കഴിച്ചത്, അങ്ങനെ അത് നിങ്ങൾക്ക് ശരിക്കും എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ ഒരു വീഡിയോ ഞാൻ ചെറിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അതിനോട് ആ ഒരു എന്താണ് ആ വീഡിയോ നോക്കിയിട്ട് ഞാൻ എത്ര ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ എന്ത് കഴിക്കുന്നു എന്ന്, അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്യൂസ്ഡേ നിങ്ങൾക്ക് അത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് ട്യൂസ്ഡേ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നാളെ തന്നെ ഞാൻ വീഡിയോ, അതായത് മൺഡേ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ പ്രീവിയസ് ഡേയും ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് ഡേ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രീവിയസ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം സംശയം തീർന്നല്ലോ. ഇനിയുള്ളത് എന്താണ് നമ്മുടെ തൈറോയിഡിൻ്റെ കാര്യമാണ്. തൈറോയിഡ് നിങ്ങൾ നോർമലി കഴിക്കാനുള്ള ഗുളിക കഴിക്കുക. അതിനുശേഷം കുറച്ചൊന്ന് ഫുഡൊന്ന് ഒഴിവാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബ്രൊക്കോളി, ക്യാബേജ്, പിന്നെന്താണ് നമ്മുടെ ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ നമ്മുടെ കപ്പ, ഇത് 4 അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഡോക്ടർ എന്തെങ്കിലും സ്പെസിഫിക് ഫുഡ് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യുക. പിന്നെ PCOS ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയിറച്ചിയും കോഴിമുട്ടയും നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. എലോങ് വിത്ത് എന്താണ് എൻ്റെ ഈ ഡയറ്റ് പ്ലാനിൽ ഞാൻ എന്തൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിരുന്നോ അതിൻ്റെ ഒപ്പം തന്നെ ഈ കോഴിമുട്ടയും കോഴിയിറച്ചിയും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ കറുത്ത എള്ള് കിട്ടും, അത് ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ലൈക്ക് എള്ളുണ്ടയോ എന്തെങ്കിലും, അല്ലെങ്കിൽ എള്ളുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു മധുരം വരും. അതിൽ നല്ലത് കുറച്ച് നമ്മൾ ഈ കറുത്ത എള്ള് വാങ്ങിക്കാൻ കിട്ടും. ആ എള്ള് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ PCOSകാർക്ക് ഭയങ്കര എഫക്റ്റീവാണ് ആ ഒരു റെമഡി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാ കമൻസിനും ഞാൻ റിവേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നാളെ കൊണ്ടെങ്ങാനും എല്ലാ കമൻസിനും ഞാൻ റിവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഐ തിങ്ക് ഐ കവേർഡ് ഓൾമോസ്റ്റ് ഓൾ എന്താണ് പറയാനുള്ള എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ബിക്കോസ് 33 ഡേയ്സ് എന്ന് പറഞ്ഞാൽ പടയിന്ന് കടന്നു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്താലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെയ്തെങ്കിലും 33 ഡേയ്സ് കടന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം എല്ലാവരും നല്ല സുന്ദരിമാരായിട്ടിരിക്കണം. ഓക്കെ, കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് കുറേ ഫംഗ്ഷൻ വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ എല്ലാവരും ഞെട്ടിക്കണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ചിലവർ എന്നോട് പറഞ്ഞിരുന്നു മുഖം മെലിയുന്നു, നിറം കുറയുന്നു എന്നൊക്കെ.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ ടോട്ടൽ ബോഡി ഫാറ്റ് പോകുമ്പോൾ കുറച്ച് മുഖത്തുനിന്ന് ഫാറ്റ് പോകും. പക്ഷെ അത് എന്താണ് നമ്മളുടെ കുറച്ച് നാളത്തെ, അതായത് ഇപ്പോൾ 33 ഡേ ചാലഞ്ചിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ചൊരു സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ ഇവൻച്വലി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര അങ്ങ് എഫക്റ്റ് ആകത്തില്ല. ഓക്കെ, ഇനി ആകുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്നും കുളിക്കുമ്പോൾ കുളിക്കാൻ കയറുന്ന ടൈമിൽ ഒരു ഫുൾ വായിൽ വെള്ളം പിടിച്ച് നിറച്ച് വെക്കുക. എന്നിട്ട് കുളി കഴിയുന്നത് വരെ ആ വെള്ളം അങ്ങനെ തന്നെ വെക്കുക. അതായത് ഫുൾ കവിള് വീർപ്പിച്ച് ഇങ്ങനെ പിടിക്കണം. ഓക്കെ, അത് കുളി കഴിയുന്നവരെ ആ വെള്ളം അങ്ങനെ തന്നെ പിടിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം നോർമലി കുളിച്ച് കഴിഞ്ഞ് തുറത്തി കഴിയുമ്പോൾ അത് തുപ്പിക്കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കവിള് ഒട്ടുന്നത് കുറച്ചൊന്ന് നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിറം കുറയാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്താണ് എൻ്റെ ഫേസ് പാക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരാൾ എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു, സീമ എന്നാണ് എനിക്ക് തോന്നുന്നത്, സീമ അത് തന്നെ, സീമ എന്നോട് പറഞ്ഞിരുന്നു ലൈക്ക് ഇതിൻ്റെ കൂടെ തന്നെ സ്കിൻ കെയർ റുട്ടീനും കൂടി ഒരു ചലഞ്ച് ചെയ്യാനായിട്ട്. ബട്ട് ടൈം കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ നമ്മളുടെ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ കൂടെ തന്നെ എൻ്റെ കുറേ രണ്ട് ഫേസ് പാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥിരമായിട്ട് ഈ 33 ഡേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കളർ എന്തായാലും കുറയത്തില്ല. 34th ഡേ എന്തായാലും നിങ്ങൾക്ക് ഒരു 1 or 2 ലൈറ്റർ സ്കിൻ ടോൺ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ബ്രൈറ്റർ സ്കിൻ ടോൺ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും എന്താണ് വെയിറ്റ് ലോസ് ചാലഞ്ചിന് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ അപ്പോൾ അതിൻ്റെ എന്തായാലും റിവേർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ബൈ.